നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് നിങ്ങളുടെ ലീഗൽ ഫൗണ്ടേഷൻ. ലീഗൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിയമപരമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് അടിസ്ഥാന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ, GST, അതുപോലെ തന്നെ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ്, ഇതിന്റെയൊക്കെ കൂടെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ട്രേഡ് മാർക്ക്. നിങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡിന് എടുക്കേണ്ട ട്രേഡ് മാർക്കുകളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഈ ഒരൊറ്റ ട്രേഡ് മാർക്ക് മതി നിങ്ങളുടെ കമ്പനിയുടെ എൻറ്റയർ ഫ്യൂച്ചർ ചോദ്യചിഹ്നത്തിലാക്കാൻ. അതുപോലത്തെ ഒരുപാട് കേസ് സ്റ്റഡീസ്, ഒരുപാട് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഹോം ഗ്രോൺ ബ്രാൻഡ് ആയിട്ടുള്ള നിറപറ. നിറപറയെ വിപ്രോ വളരെ ചെറിയ വാല്യൂഷനിലാണ് അക്വയർ ചെയ്തത്. നിറപറ എന്ന് പറയുന്ന മലയാളികളുടെ അഭിമാനമായിരുന്ന, എന്തിനധികം ലാലേട്ടൻ വരെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന ആ ഒരു ബ്രാൻഡിന്റെ ഈ ഒരു ഡൗൺഫാളിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അവരുടെ കമ്പനിയിൽ നടന്നിട്ടുള്ള തലമുറ മാറ്റം, അതുപോലെ അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പോയത്, ഫൗണ്ടേഴ്സിനെതിരെ ഒരുപാട് ലീഗൽ കേസുകൾ വന്നത്, അതിനൊക്കെ കൂട്ടത്തിൽ അവരെ ഒരുപാട് ഹോണ്ടർ ചെയ്തിരുന്ന ഒരു പ്രോബ്ലം അവരുടെ നിറപറ എന്ന് പറയുന്ന പേരിനുള്ള ട്രേഡ് മാർക്ക് വാർ. ആ ഒരു നെയിമിന് വേണ്ടിയിട്ടുള്ള ഈ വാറ് കോട്ടയം ജില്ലാ കോടതിയിൽ തുടങ്ങിയിട്ട് അവസാനം അത് സുപ്രീം കോടതിയിൽ ചെന്നിട്ടാണ് അവസാനിച്ചത്. എന്നാലോ സുപ്രീം കോടതിയിൽ എത്തിയിട്ടും ഇരു പാർട്ടികൾക്കും വിജയിക്കാൻ പറ്റില്ല. അവസാനം ആ കേസ് സെറ്റിൽമെന്റ് ആയി. KKR ഗ്രൂപ്പും നിറപറ ഫ്ലോർ മിൽസും തമ്മിൽ നടത്തിയിട്ടുള്ള ഈ ഒരു കേസ് നമ്മുടെ ട്രേഡ് മാർക്കിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരു ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അത് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് കമന്റിൽ